കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശം, നമ്മുടെ സമൂഹം വളരെ സങ്കീർണവും അപകടകരവുമായ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളിൽ എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മൾ ആശങ്കപ്പെടുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാനും അതിജീവിക്കുവാനുമുള്ള നമ്മളുടെ ശേഷി കുറഞ്ഞു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത്. ആശങ്കപ്പെടുകയല്ല, ആശ്രയിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ആത്യന്തിക അധികാരിയായി കർത്താവ് ഇവിടെയുണ്ട്. അവിടുത്തെ പ്ലാനും പദ്ധതിയും അവിടുത്തെ തിരിഹിതവും അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ മറക്കരുത്. മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നുവെന്നും തൻ്റെ പദ്ധതി നടപ്പായതുകൊണ്ട് ദൈവത്തിന് സംതൃപ്തി ഉണ്ടെന്നും നമ്മൾ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. നമ്മളുടെ മക്കളെ ബാലശിക്ഷ കൊടുക്കുമ്പോൾ അവർ വേദനപ്പെട്ട് കരയുമ്പോൾ, നല്ല ചൂരവടി കൊണ്ട് നല്ല അടി കൊടുക്കുമ്പോൾ അവർ വേദനപ്പെട്ട് കരയുമ്പോൾ അപ്പൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തിയല്ല, അപ്പൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങലാണ്, വേദനയാണ്. കാരണം അവനെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയാണ് അപ്പൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്നത് കൊണ്ടാണ് ബാലശിക്ഷ കൊടുക്കുന്നത്. ബാലശിക്ഷ കൊടുത്തില്ലെങ്കിൽ അവൻ നിത്യനാശത്തിലേക്ക് നിപതിക്കും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പൻ മകനെ ശിക്ഷിക്കുന്നത്. തിരുത്തലുകൾ ആവശ്യമുള്ളപ്പോൾ സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ, അതാണ് ബാലശിക്ഷ. ഇതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ അനുതപിച്ചുവെന്ന്. അനുതപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അനുതപിക്കുന്നത് പോലെ ദൈവം അനുതപിക്കുന്നില്ല. കാരണം നമ്മൾ അനുതപിക്കുന്നത് ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്ന പശ്ചാത്താപമാണ്. ദൈവം പശ്ചാത്തപിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്തു പോയല്ലോ, അത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള ചിന്തയാണ് നമ്മളുടെ പശ്ചാത്താപം. എന്നാൽ ദൈവം അനുതപിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം പശ്ചാത്തപിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ദുഃഖമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ദൈവം നിർവികാരിയായ ഒരു അധികാരിയായി ഇരിക്കുന്നവനല്ല. ദൈവഹൃദയത്തിൽ ദുഃഖമുണ്ട്. ദൈവത്തിന് പ്രസാദമായി ദൈവം ദിവസം പ്രതി കോപിക്കുന്നു ഇത്യാദി പ്രയോഗങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. നിർവികാരിയായി ഒന്നിലും താല്പര്യമില്ലാതെ എന്ത് സംഭവിച്ചാലും അതൊന്നും തന്നെ ബാധിക്കില്ലല്ലോ എന്ന സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു പരമാധികാരിയെ അല്ല വിശുദ്ധ തിരുവെഴുത്ത് ദൈവമെന്ന ആളത്വത്തിൽ വെളിപ്പെടുത്തുന്നത്. പിന്നെയോ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് അനുകമ്പയുള്ളവൻ, കരുണയുള്ളവൻ, കരുതലുള്ളവൻ, മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് മനുഷ്യൻ ഉയരണം എന്നുള്ള താല്പര്യത്തോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെയാണ്, കരുതുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്.
നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ മനുഷ്യ ചരിത്രത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഗാഡ് ഇൻ്റർവീൻഡ് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യ ചരിത്രത്തിലേക്ക് ദൈവം ഇടപെടുകയാണ്, മാറി നിൽക്കുന്നവനല്ല. പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ പാപത്തിൻ്റെ ഫലമായ നിത്യനാശത്തിൽ നിന്നും ഉദ്ധരിക്കേണ്ടതിനും മാത്രമല്ല, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ തിരുഹിതം ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സവിശേഷ സൃഷ്ടിയായി മനുഷ്യൻ ഒരുക്കപ്പെടണമെന്നുമുള്ളതാണല്ലോ. അങ്ങനെ ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോടുകൂടെ നിത്യമായി സൗഭാഗ്യങ്ങളിൽ വാണരുളുന്ന ഒരു സവിശേഷ സൃഷ്ടി രൂപപ്പെടുക എന്നുള്ള ദൈവഹൃദയത്തിൻ്റെ താല്പര്യം, അത് നിവർത്തിക്കപ്പെടേണ്ടതിന് മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ ഘട്ടങ്ങളിലൂടെയും ദൈവമനുഷ്യനെ ഇങ്ങനെ കടത്തിവിടുകയാണ്. അങ്ങനെ കടത്തിവിടുമ്പോൾ പലപ്പോഴും ബാലശിക്ഷ, പഥ്യോപദേശം, ഇടപെടലുകൾ ആവശ്യമായി വരുന്നു. ഒരു പിതാവ് മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ദൈവം മനുഷ്യവംശത്തോട് ഇടപെടുകയാണ്. ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവമുണ്ടെന്ന് പോലും അംഗീകരിക്കുവാൻ കൂട്ടാക്കാത്ത, ദൈവം ഒരുക്കിയ ഭൂമിയിൽ, ദൈവം മെനഞ്ഞെടുത്ത ശരീരത്തിൽ, ദൈവം കൊടുത്ത കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യൻ ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തെ വെറുപ്പിക്കുകയും ചെയ്യുന്നു. ബോധപൂർവം ദൈവത്തോട് മത്സരിക്കുന്നത് കണ്ടിട്ടും മനുഷ്യനെ നശിപ്പിച്ച് കളയുവാൻ ദൈവഹൃദയത്തിന് താല്പര്യമില്ല. ദൈവം മനുഷ്യനോട് ഇടപെടുകയാണ്. ഒരുവൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിപത്ത് ശാരീരിക മരണമല്ല, നിത്യമരണമാണ്. മരണമെന്നാൽ വേർപാടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നിത്യമരണമെന്ന് പറഞ്ഞാൽ നിത്യമായി ഒറ്റപ്പെട്ട് വേർപെട്ട് നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകുന്നതാണ്. ആ നിത്യമരണമാണ് മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും വലിയ വിപത്ത്. ആ നിത്യമരണത്തിൽ നിന്നും, ആ ഏറ്റവും വലിയ വിപത്തിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിച്ച് നിത്യജീവനിൽ, നിത്യമായ കൂട്ടായ്മയിൽ, നിത്യമായ ബന്ധത്തിൽ, നിത്യമായ സന്തോഷത്തിൽ ദൈവത്തോട് കൂടെയുള്ള ആ നിത്യവാസത്തിനായി ദൈവം മനുഷ്യനെ ഒരുക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് സർവജ്ഞാനിയായ ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ മുന്നറിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്ത് ദൈവം മനുഷ്യനെ ഉദ്ധരിക്കുന്ന കരുതലിൻ്റെ ദൈവത്തെയാണ് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. ആ ഇടപെടലിൽ ഒരു ഘട്ടമാണ് മനുഷ്യവർഗം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിൻ്റെ ഫലമായുണ്ടായ കോവിഡ് എന്ന മഹാമാരി, മഹാവിപത്ത്. നമ്മുടെ ദേശത്ത് ഇത് വളരെ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട്. നാം ഇപ്പോൾ ചെയ്യേണ്ടത് ദൈവം മുമ്പിൽ നെടുമ്പാട് വീഴുകയാണ്. നിനവയെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നിനവേ അകൃത്യത്തിലകപ്പെട്ടപ്പോൾ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ യോനയെ അവിടേക്ക് പറഞ്ഞയച്ചു. യോന അങ്ങോട്ട് പോകാൻ കൂട്ടാക്കാതെ തർശീസിലേക്ക് പോയപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് യോനായെ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടെത്തിച്ച് യോന അവിടെ നിനവേക്കാരോട് പ്രസംഗിക്കുകയും നിനവേക്കാർ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവം മുമ്പിൽ നെടുമ്പാട് വീഴുവാനും ഉപവസിക്കുവാനും അനുതപിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും തീരുമാനിച്ചപ്പോൾ ദൈവം അവരെക്കുറിച്ച് അറിയിച്ചിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. നോക്കണേ, സർവജ്ഞാനായ ദൈവത്തിന് ഇതെല്ലാം മുന്നറിയാം. അതുകൊണ്ടാണ് യോനായുടെ ജീവിതത്തിൽ പ്രത്യേക നിലയിൽ ഇടപെട്ട് യോനായെ അവിടെ തന്നെ കൊണ്ടുവന്നാക്കിയത്. ദൈവത്തിന് വേറൊരുവനെ തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ യോനായെ തന്നെ ദൈവം അതിനുവേണ്ടി നിയോഗിച്ചു. ഇതെല്ലാം സർവജ്ഞാനായ ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ മുന്നറിഞ്ഞിട്ടുള്ള കാര്യമാണ്, തിരുമനസ്സിൽ മുന്നറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിനവേയുടെ മാനസാന്തരം അവരുടെ വിപത്തിന് അറുതി വരുത്തിയെങ്കിൽ അതേ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നാം ദൈവത്തിന് മുമ്പിൽ നെടുമ്പാട് വീഴുവാൻ തയ്യാറായാൽ, സത്യദൈവത്തെക്കുറിച്ച് ഉൾബോധത്തോടെ ദൈവമേ അവിടുന്നാണ് ആത്യന്തിക അധികാരി എന്ന് അംഗീകരിക്കുവാൻ മനസ്സ് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. എനിക്ക് ചില കാര്യങ്ങൾ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് അന്ധത ബാധിച്ചതുപോലെ കൊറോണയുടെ രൂപമെന്ന പോലെയുള്ള രൂപമുണ്ടാക്കി വെച്ച് അതിന് മുമ്പിൽ കുമ്പിട്ട് രക്ഷിക്കണേ, നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിനെ നിയന്ത്രിക്കുന്ന ദൈവത്തിങ്കിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കൊറോണയെ അല്ല, ദൈവത്തെ നമസ്കരിക്കുവാൻ, സകലവും സൃഷ്ടിച്ച ദൈവം,
സകലത്തെയും ഉദ്ധരിക്കുന്ന ദൈവം, കരുണയുള്ളവനായ ദൈവം, ആ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നെടുമ്പാട് വീഴുവാൻ നമ്മൾ തയ്യാറാകുമോ? അധികാരികൾ നമ്മുടെ നിയന്ത്രണം, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിബന്ധനകൾ നാം സന്തോഷത്തോടും മനസ്സോടെയും അനുസരിച്ച് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ട മേഖലകളിൽ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ ജീവിതം ലളിതമായി നയിക്കുവാൻ നമ്മൾ തയ്യാറാകുമോ? ആഡംബരത്തിലും ആഘോഷത്തിലും അനിയന്ത്രിതമായി ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് വിധേയപ്പെട്ട് മൃഗതുല്യമായി ലൗകികതയ്ക്ക് പിന്നാലെ പലായനം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടത്തിനും ഒന്ന് നിന്ന് അവൻ സ്വയം ഒന്ന് ചിന്തിക്കുവാനും ദൈവം ഇടപെട്ട ഈ ഇടപെടൽ, എൻ്റെ സഹോദരങ്ങളെ, ദുഃഖിക്കുന്നവരും രോഗികളായിരിക്കുന്നവരും ശ്വാസത്തിനു വേണ്ടി പാടുപെടുന്നവരുമായവരെക്കുറിച്ച് വായിക്കുകയും അങ്ങനെയുള്ളവരുടെ വിവരം അറിയുകയും ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വേദനയുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മറക്കരുത്, പ്രാണവായുവിന് ഇത്രയും വിലയുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുവാൻ ദൈവം ഒന്ന് ഇടപെടേണ്ടി വന്നല്ലോ. ഓരോ ശ്വാസത്തോടും കൂടി സ്തോത്രം എന്ന് പറഞ്ഞാലും അധികമാകയില്ല. ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തോട് ദീർഘിപ്പിക്കുമ്പോൾ സ്തോത്രം, നന്ദിയുള്ളവരായിരിക്കുന്നത് ഒട്ടും അധികമല്ല. അത് ദൈവം നമ്മിൽ നിന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തോട് വിധേയപ്പെട്ട് സൃഷ്ടാവായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കേവലം ബലഹീനനായ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ വിപത്തിൻ്റെ കാലത്ത് പോലും വർഗീയതയും കക്ഷി വൈരാഗ്യവും എന്നു വേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കുന്ന വിഭവങ്ങൾ രോഗ പ്രതിരോധത്തിന് നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പോലും എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യത്വം വെടിഞ്ഞുള്ള നിലയിൽ പെരുമാറുന്നു എന്നുള്ളത് എത്ര ദുഃഖകരമായ കാര്യമാണ്. നമുക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ, നമുക്ക് മാറ്റം വരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങൾ എൻ്റെ കൂട്ടു സഹോദരനും കൂടെ ഉള്ളതാണെന്നുള്ള തിരിച്ചറിഞ്ഞ് അവരുമായി അത് പങ്കുവയ്ക്കുവാൻ ഞാൻ തയ്യാറാകണം. പങ്കുവയ്ക്കലിലാണ് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഒരു വായുമണ്ഡലത്തിൽ നിന്ന്, ഒരു പാത്രത്തിൽ നിന്ന് നാം അനുഭവിക്കുന്നവരാണ്. ഒരപ്പൻ്റെ മക്കളെപ്പോലെയുള്ള ഏകോദര സഹോദരങ്ങളെപ്പോലെയുള്ളവരാണ്. നമ്മളിത് തിരിച്ചറിഞ്ഞ് പരസ്പരം സഹായിക്കാനും മനുഷ്യത്വത്തിലേക്കും ദൈവബോധത്തിലേക്കും സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കും വിനയത്തിലേക്കും നാം മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കാതിരിക്കില്ല. നമുക്കതിനായി ഒരുങ്ങാം. ഇന്നും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ടും ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാമെന്ന് നാം വ്യാമോഹിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് പിന്നെയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇതിലൂടെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രൂപാന്തരം സാധിക്കാതെ പോയാൽ വലിയ നഷ്ടമായിരിക്കും. ഈ കഷ്ടം അനുഭവിക്കുകയും ചെയ്തു. ആ കഷ്ടം അയച്ചതിലൂടെ ദൈവം ഉദ്ദേശിച്ച ഫലം നമ്മളിൽ ഉളവാകുവാൻ ഇടയായുമില്ലെങ്കിൽ അയ്യോ, എന്തൊരു സങ്കടകരമായ കാര്യമായിരിക്കും അത്. അതിനിടയാകാതെ നമുക്ക് നമ്മളെ ദൈവസ്ഥനിൽ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രത്യേകിച്ച് ദൈവസഭ ഈ നാളുകളിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, ആരാധനയൊക്കെ ആഘോഷങ്ങളായി, സുവിശേഷ വേല ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെയായി ഹൃദയാന്തർഭാഗത്തു നിന്ന് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിന് സന്തോഷത്തോടെ വിധേയപ്പെടുവാനും മനസ്സില്ലാത്ത ഒരു സമൂഹമായി ക്രിസ്തീയ സഭ അധപ്പതിച്ചു പോയല്ലോ. നമുക്കൊരു മടങ്ങി വരവിന് ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി, ദൈവനാമ മഹത്വത്തിനായി ദൈവസ്നേഹം സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. എല്ലാ ദിവസവും കണ്ണുനീരോടെ കഷ്ടമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിക്കട്ടെ. അതേ, ഓരോ ശ്വാസം വലിക്കുമ്പോഴും നന്ദിയുള്ളവരായും വിനയമുള്ളവരായും ഇരിക്കുവാൻ, സമർപ്പണത്തോടെ ഇരിപ്പാൻ, ദൈവഭക്തിയോടെ ഇരിപ്പാൻ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ സമൂഹത്തിന് ദൈവം കരുണ ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ഈ കഷ്ടങ്ങളിൽ പങ്കുവയ്ക്കലിൻ്റെയും അന്യോന്യം കരുതലിൻ്റെയും ദൈവവചനത്തിൻ്റെ ആ സന്ദേശം ഉൾക്കൊള്ളുവാനും അത് പ്രായോഗികത്തിൽ വരുത്തുവാനും നമ്മൾ തയ്യാറാകുകയും ചെയ്യണേ എന്ന് സ്നേഹത്തോടെ എൻ്റെ കൂട്ടു സഹോദരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുവാനായി താല്പര്യപ്പെടുന്നു. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ
പ്രായോഗിക വിശദീകരണം എന്നോണം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട അനേക കാര്യങ്ങളെക്കുറിച്ച് താഴെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ അഭിഷിക്തനായി, പരിശുദ്ധാത്മ നിയോഗിതനായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദന പ്രകാരമാണ് പൗലോസ്ലീഹ ഈ വാക്കുകൾ എഴുതുന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ദൈവം നമുക്ക് നൽകുന്ന പ്രബോധനങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകണം. നോക്കണേ, ഓരോ വാക്യം ഈ ഭാഗങ്ങൾ അങ്ങോട്ട് വായിച്ചാൽ നമുക്ക് തോന്നും സാരോപദേശങ്ങളുടെയും സതുപദേശങ്ങളുടെയും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെയും ഒരു പ്രബോധന ഭാഗമാണിത് എന്ന് നമ്മൾ തോന്നിയേക്കാം. അത് സത്യമാണ്. സാരോപദേശങ്ങളും സൽപ്രവർത്തികളുമെന്ന് നമുക്ക് പൊതുലോകത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും പൗലോസ് ഇത് പറയുന്നതിൻ്റെ രീതി കാണുമ്പോൾ അതിനൊരു പുതിയ മാനം, ഒരു പുതിയ തലം, ഒരു പുതിയ അർത്ഥം, ഒരു പുതിയ മൂല്യമുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന നിരീശ്വരവാദികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവനിഷേധികളാണ്, ദൈവം ഉണ്ടെന്ന് പോലും അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ അവർ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ, സഹജീവികളോടുള്ള കരുതലിൽ അവർ ഉത്സുകരായിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളവർ അവർ യോഗ്യരാണ്. പക്ഷേ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവനാമ മഹത്വത്തിനായി കൂട്ടു സഹോദരങ്ങളോട് ഇടപെടുക. എൻ്റെ കൂട്ടു സഹോദരൻ, എൻ്റെ സഹജീവി എന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയും എൻ്റെ സഹോദരനും, സഹജീവി എന്നതിനേക്കാൾ ഉയർന്ന ഒരു നില, എൻ്റെ സഹോദരൻ എന്ന നിലയിലേക്ക് അവനെ ഉയർന്നു കാണുവാനായിട്ട്, ഉയർന്ന ഒരു പീഠത്തിൽ അവനെ കാണാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. ദൈവനാമത്തിൽ നമ്മളവ ചെയ്യണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മളിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യം, 8-9 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സ്തോത്രം. ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നിർവ്യാജം, വ്യാജമില്ല. ഈ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന പ്രബോധനം തന്നെ ഒരു വക പരസ്പര വിരുദ്ധങ്ങളായ നില പോലെ തോന്നും. ഇച്ചിരി അസാംഗത്യം അതിനകത്തില്ലേ? കാര്യം സ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്തതാണ്. സ്വാർത്ഥതയില്ലാത്ത 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വാർത്ഥതയില്ലാത്തതും, നോക്കണേ, സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്നതുമാണ്. ത്യാഗപൂർണമായ സ്നേഹമാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ അതിനകത്ത് വ്യാജമില്ലാതിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ചേലുകേടില്ലേ, ചേർച്ചക്കുറവില്ലേ എന്ന് നമ്മൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത്, പ്രിയപ്പെട്ടവരെ, സ്നേഹം ഏറ്റവുമധികം അഭിനയിക്കപ്പെടുന്ന ഒരു വികാരമാണെന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിരിക്കുകയാണ്. നോക്കണേ, ഹിപ്പോക്രിറ്റേസ് എന്ന് പറഞ്ഞാൽ നാടക നടൻ എന്നാണ്. നാടക നടൻ, അതിനകത്തുനിന്നാണ് ഹിപ്പോക്രിസി, വ്യാജൻ എന്നുള്ളത്. നോക്കണേ, ആ വാക്ക് വന്നത് അനിപ്പോക്രിറ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിർവ്യാജം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യാജമേ ഇല്ല, അഭിനയമില്ല. അങ്ങനെയുള്ള, എന്നാൽ ഒരു നാടക നടൻ അഭിനയിക്കുന്നത് പോലെ സ്നേഹം കാണിക്കുന്നവരുണ്ടാകാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. സ്നേഹത്തിൻ്റെ അഭിനയം അപൂർവമല്ല. സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അപൂർവമല്ലാത്തതുകൊണ്ട് അത് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസികളെയും വീണ്ടും ജനിച്ച ദൈവമക്കളെയും പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിർവ്യാജമായി സ്നേഹിക്കണമെന്ന് പരിശുദ്ധാത്മ എടുത്തു പറയുകയാണ്. ഈ അഭിനയമായ സ്നേഹം, അതിന് ഏറ്റവും നികൃഷ്ടമായ ഭാവമാണ് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തതിൽ നമ്മൾ കാണുന്നത്. വ്യാജമായ അഭിനയമായ സ്നേഹത്തിൻ്റെ ഏറ്റവും നികൃഷ്ടഭാവം. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് എങ്ങനെയാണ്? ദൂരെ നിന്നുകൊണ്ട് ഒരു കല്ലെടുത്ത് എറിയുകയായിരുന്നില്ല. ഞാൻ ആരുടെ മേൽ കല്ലെറിയുന്നുവോ നിങ്ങളവനെ പിടിച്ചോണ്ട് പോവുക എന്നായിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ സ്നേഹത്തോടെ റബി, വന്ദനമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച്, ചുംബനം. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന വാക്കുകൾ,
ഞാൻ വിചാരിക്കുകയാണ് യൂദ ഇങ്ങനെ നിൽക്കുന്നു, എല്ലാവരും ഇങ്ങനെ നിൽക്കുക, കർത്താവിനെ അറസ്റ്റ് ചെയ്യാമെന്ന പടയാളികൾ തറയെ കിടക്കുക, വീണ് കിടക്കുക. നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് കർത്താവ് കൂടി ചോദിച്ചു. നസ്രായനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ഞാനാണെന്ന് പരിശുദ്ധ ദൈവം, സർവശക്തനായ ദൈവം പറയുമ്പോൾ അവൻ്റെ നേരെ നിൽക്കാൻ ശേഷിയില്ലാതെ ഈ ബലഹീന മനുഷ്യർ, അവർ പടയാളികളും ഊക്കന്മാരും ആരോഗ്യമുള്ളവരുമാണെങ്കിൽ അവർ നിലംപരിച്ചായി. പിന്നെയും ആ നിലംപരിച്ചായി കിടക്കുമ്പോൾ കർത്താവ് പിന്നെയും ചില നിമിഷങ്ങൾക്ക് ശേഷം വരെ കുനിഞ്ഞ് ചോദിക്കും, നിങ്ങൾ ആരെ തിരിയുന്നു? കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവിനെ തിരിയുന്നു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെയാണ് തിരിയുന്നതെങ്കിൽ ഈ ഉള്ളവർ പോയിക്കൊള്ളട്ടെ, ഇൻക്ലൂഡിങ് ജൂഡസ്. യൂദ ഉൾപ്പെടെ അവിടെ നിൽക്കുന്നവർക്ക് പോകാം. അവിടെയാണ് യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ളവരിൽ ആരും നഷ്ടമായി പോയില്ല എന്ന വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു എന്ന് പറഞ്ഞാൽ യൂദ പോലും നഷ്ടമായി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂദായിക്ക് അവിടെ നിന്ന് മറ്റ് ശിഷ്യന്മാരോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. നിങ്ങൾ എന്നെ അറിയുന്നെങ്കിൽ ഇതിനെ ഇവരെ നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത്? ഇവർ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ സ്തോത്രം നോക്കണേ, അവർ പോയില്ല, ആരും പോയില്ല, അവിടെ നിന്നു. അവിടെ നിന്നിട്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ യൂദായുടെ നേരെ കർത്താവ് ഞാനിങ്ങനെ നിൽക്കുക, സ്നേഹിത നീ വന്ന കാര്യമെന്താ? ഞാൻ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. അപ്പോഴും അവന് പോകാമായിരുന്നു, യൂദയ്ക്കും പോകാമായിരുന്നു. പിന്നെ യേശുവിൻ്റെ അടുത്ത് കാൽക്കൽ വീണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനോട് ക്ഷമിക്കുമായിരുന്നു. പക്ഷേ അവന് പോകാതെ നിൽക്കുമ്പം യേശുവിനോട് തിരിഞ്ഞ്, സ്നേഹിത നീ വന്ന കാര്യം എന്തെന്ന് ചോദിച്ചു. അപ്പോഴാണ് റബി വന്ദനമെന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി. ഞാൻ വിചാരിക്കുന്നു യേശു ഒരു അല്പം പുറകോട്ട് വലിഞ്ഞു കാണും. അപ്പോൾ യൂദ ബലമായി കൈക്ക് പിടിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കുക, യൂദേ മനുഷ്യപുത്രനെ ചുമ്മനം കൊണ്ട് ഊറ്റിക്കൊടുക്കുന്നത്? അത് ചോദിച്ചപ്പോൾ എന്നിട്ടും റബി അതും നീ അറിഞ്ഞോ എന്ന് പറഞ്ഞ കാൽക്കൽ വീഴേണ്ടതിന് പകരം ബലമായി പിടിച്ച് അവനെ ചുംബനം ചെയ്തു. അഭിനയമായ വ്യാജമായ നാടക നടനെ പോലെയുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ ഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. സ്നേഹത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും നിങ്ങൾ മുമ്പിൽ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ കാര്യം ഇത്രയും പറഞ്ഞത്. യേശു അവനെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഉറ്റിക്കൊടുക്കാനുള്ള കൂലിയും മേടിച്ച് കീശയെ വെച്ചുകൊണ്ട് സ്നേഹം അഭിനയിച്ച് ഗുരുവിനെ ഉറ്റിക്കൊടുക്കാൻ വന്നവനെ പോലും അവനും രക്ഷപ്പെടട്ടെ, അവനും നാശം ഭവിക്കരുത്, അവൻ നഷ്ടമായി പോകരുത് എന്ന ആഗ്രഹത്തോടെ സ്തോത്രം അവനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹവും സ്തോത്രം സ്നേഹം അഭിനയിച്ച് ഗുരുവിനെ ഊറ്റിക്കൊടുക്കുന്ന യൂദയുടെ നടനവും നാടക നടനെ പോലുള്ള ചാതുരിയും അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഒരിക്കലും വ്യാജമായി സ്നേഹിക്കരുത്. അതാണ് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സ്നേഹിക്കുക എന്ന് പറഞ്ഞ് തൊട്ടുടനെ ചിലതിനെ വെറുക്കണം, തീയതിനെ വെറുക്കണം. തീയത് ചെയ്യുന്നവനെ വെറുക്കാനല്ല. ആളും ആശയവും ആളും പ്രവൃത്തിയും രണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയണം. ഒരുവൻ നമ്മോട് തിന്മ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, ആ തിന്മ ചെയ്തവനെ പിന്നെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും. നമ്മളാ തിന്മയിൽ ദുഃഖിക്കുമ്പോൾ തിന്മ ചെയ്തവൻ അവൻ പിശാചിൻ്റെ കെണിയിലകപ്പെട്ട് പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടാണല്ലോ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ദൈവമേ നിനക്ക് അവനോട് കരുണ തോന്നണമേ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. നല്ലതിനോട് പറ്റിക്കൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ പറ്റിക്കൊള്ളുക എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് പദം കൊല്ലാവോ എന്നാണ്. കൊല്ലാവോ എന്ന് പറഞ്ഞാൽ ഈ പശ കൊണ്ട് ഒട്ടിക്കുന്നതിന് പറയുന്ന വാക്കാണ്.
നല്ലതിനോട് പറ്റിക്കൊള്ളണം. ഇഴുകിച്ചേർന്നൊരു ബന്ധം, ആത്മാർത്ഥമായൊരു ബന്ധം. തീയതിനെ വെറുക്കുമ്പോൾ നല്ലതിനോട് പറ്റിക്കൊള്ളണം. സ്തോത്രം. നല്ല കാര്യങ്ങൾ, അതിനോട് പറ്റിച്ചേരുന്ന ഒരു 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 ബന്ധം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതെ, അതിന് നമുക്ക് കഴിയണം. തീയതിനെ വെറുക്കണം, നല്ലതിനോട് പറ്റിക്കൊള്ളണം. ആളും ആശയവും രണ്ടായി നമ്മൾ കാണണം. നോക്കണേ, കുറച്ച് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ശത്രുവിനെ സ്നേഹിക്കുവാൻ ദൈവം പ്രോത്സാഹിപ്പിക്കുകയാണ്. നോക്കണേ, അപ്പോസ്റ്റൈജിയോ എന്നാണ് വെറുക്കുക എന്നുള്ളതിൻ്റെ വാക്ക്. ഈ വാക്ക് ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പുതിയ നിയമത്തിൽ. അപ്പോസ്റ്റൈജിയോ, തീയതിനെ നിങ്ങൾ വെറുക്കണം, വ്യക്തിയെ വെറുക്കരുത്. എത്ര നമ്മൾ ദ്രോഹം ചെയ്യുന്നവനായാലും അവനെ നമ്മൾ വെറുക്കരുത്. അവൻ്റെ പ്രവൃത്തി നമ്മൾ അനുകരിക്കരുത്, അതിനെ വെറുക്കാം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പശ കൊണ്ട് ഒട്ടിക്കുന്നത് പോലെ, സ്തോത്രം, നമുക്ക് ചേർന്നിരിക്കണം. തിന്മയോട് നമുക്കൊരു വെറുപ്പുണ്ടാകണം. തീയതിനെ എതിർത്തെന്നല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തെറ്റായവയോടുള്ള ഒരു വെറുപ്പ് ഉണ്ടാകണം. തീയതിനെ വെറുക്കണം. തിന്മയോടുള്ള നമ്മുടെ മനോഭാവം, ആരെങ്കിലും വളരെ ധാർഷ്ട്യഭാവത്തിൽ വല്ലാതെ പെരുമാറുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ അഭിനന്ദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആണുങ്ങൾ ചെയ്യേണ്ടത്. നോ, അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകണം. അയ്യോ, സഹജീവിയോട് അവൻ അങ്ങനെ പെരുമാറിയല്ലോ, ആ ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സ്തോത്രം. അതിന് ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ നമ്മുടെ സമൂഹം മുഴുവൻ വേദനയിലൂടെ കഴിയുമ്പോൾ, അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, സ്തോത്രം, നല്ലതിനോട് പറ്റിച്ചേർന്ന് നമ്മളാവോളം മറ്റുള്ളവരെ സഹായിപ്പാനായി, ഒന്നാമത് അവർക്ക് വേണ്ടി മുട്ടിപ്പായ ദിവസത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് അവരെ ശുശ്രൂഷിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും വളരെ വിഷമകരമായൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സോടെ അല്ലോ അങ്ങന്ന് മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ദുഃഖിക്കുമ്പോൾ അങ്ങന്ന് സംതൃപ്തിപ്പെടുകയല്ല, അങ്ങനെ ഞങ്ങളോടുകൂടെ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ വേദന അങ്ങനെ തിരിച്ചറിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും സ്നേഹമുള്ള കരുതലുള്ള ഒരു പിതാവ് മകന് ബാലശിക്ഷ കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി അവിടുന്ന് ഇടപെടുന്ന ഇടപെടലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ കർത്താവെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേർന്ന് നിർവ്യാജമായി മറ്റുള്ളവരെ സ്നേഹിച്ച് അങ്ങയുടെ ദിവ്യ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ സമൂഹത്തെ തിരുമേനി ഉദ്ധരിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പാ, ദേശത്തെ സൗഖ്യമാക്കണമേ. അതിന് ഞങ്ങളുടെ മാനസാന്തരം ആവശ്യമാണ്, ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് മാനസാന്തരം നൽകണം. ദൈവസഭയെ അങ്ങയോട് അടുപ്പിക്കണം. കർത്താവെ, ദേശത്തോട് കരുണ ചെയ്യണം. കഷ്ടമനുഭവിക്കേണ്ട കൂട്ടുസൗരങ്ങളെ തിരുമേനി ആശ്വസിപ്പിക്കണം. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ.